എന്താടി എല്ലാരെക്കാളും മുമ്പ് നീയാണല്ലോ പേപ്പർ ആദ്യം കൊടുത്തത്? 108 ശ്രീരാമജയം എഴുതാൻ എത്ര നേരം വേണം? ശ്രീരാമജയോ? നീ എന്തായി പറയുന്നേ? എനിക്ക് എന്റെ ചെല്ലതുര അണ്ണനെ കല്യാണം കഴിക്കണം. അങ്ങേരെ കിട്ടാൻ വേണ്ടിട്ട് ദൈവത്തിന് ഞാൻ ശ്രീരാമജയം എഴുതിയതാ. അതിന് ചെല്ലതിന് നിന്നെ മുറിച്ചെറുക്കനാ? അതെ. അയ്യ എനിക്ക് അമ്മാവനാണെങ്കിൽ മകൻ എനിക്ക് മുറിച്ചെറുക്കനല്ലേ? എടി സ്വന്തം വേറെ ബന്ധം വേറെ. അതുമല്ലാണ്ട് നിങ്ങൾ രണ്ടുപേരും രണ്ട് ജാതിയല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഓർമ്മ വെച്ച കാലം മുതല് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നേ. ഒരു പക്ഷെ ഞാൻ പാസ്സായെന്ന് തന്നെ വെച്ചോ, എന്റെ അച്ഛൻ എന്നെ കോളേജിൽ ചേർക്കും. അതോടെ 3 വർഷം വേസ്റ്റ് ആവും. ഇപ്പോഴേ അങ്ങേർക്ക് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് വേഗം കല്യാണം കഴിക്കണം. ചെല്ലതുര ഇതിന് സമ്മതിക്കോ? സമ്മതിപ്പിച്ചെടുക്കുന്നതാ ഇനി എന്റെ ജോലി. അയ്യ, മന്ത്രിയുടെ കാറ് വരുന്നുണ്ട്. കൂടെ എംപിയും വരുന്നുണ്ടല്ലോ. നമസ്കാരം അയ്യ. അയ്യ എന്നോട് ക്ഷമിക്കണം. അന്ന് നിങ്ങൾ വന്നു പോയതിനു ശേഷം CM-ഉം മറ്റു മന്ത്രിമാരും എന്നെ വഴക്ക് പറഞ്ഞു. ആരും അയ്യയുടെ രാജിക്കത്ത് സ്വീകരിച്ചില്ല. ദയവ് ചെയ്തത് പിൻവലിക്കണം. അയ്യ, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന നിങ്ങൾ പദവിയിൽ ഉണ്ടായിരിക്കണം. ഇതാ അയ്യ, നിങ്ങൾ രാജി പിൻവലിക്കണം. വാങ്ങിക്കയ്യ. അയ്യ, ഈ പ്രദേശത്തെ മണ്ണ് വാരാൻ എന്ത് ചെലവാകുന്നുവോ അത് ഗവൺമെന്റിന് കൊടുക്കാൻ ഏർപ്പാട് ചെയ്യാം. നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ സർക്കാർ 10, 15, 20 വർഷം വരെ എടുക്കാം. അതിനുള്ളിൽ തമിഴ്നാട്ടിലെ എല്ലാ മരങ്ങളും കരിഞ്ഞു പോകും. അയ്യ പറയുന്നത് വളരെ ശരിയാ. എന്നാൽ ഞങ്ങൾ വരട്ടെ. ശരി. അപ്പൊ ഇതാ മോനെ, വെച്ചോ. നിങ്ങളല്ലേ എന്റെ അപ്പൂപ്പനെ കൊന്നത്? അയ്യ, അത് കറുപ്പുസ്വാമിയുടെ മോനാ. പിള്ള മനസ്സില് വിഷം നിറച്ചിരിക്കുക. അയാള് രാജിക്കത്ത് നിന്ന് നാടകം കളിക്കും. നിങ്ങൾ തിരിച്ചു കൊടുത്ത് വിഡിതം കാണിക്കും. രാജിക്കത്ത് തിരിച്ചു കൊടുത്തില്ലെങ്കിലേ ആ കാരണം പറഞ്ഞ അയാൾ ഇലക്ഷൻ ജയിച്ചു വരും. ആ കിഴവൻ എന്തു വർത്താനോ പറഞ്ഞെന്നറിയോ? ഏയ്, കള്ളത്തരം കാണിച്ച് ജയിക്കാതെ സത്യസന്ധമായി പ്രവർത്തിക്കാൻ നോക്ക്. ഞാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ ശ്രമിച്ച് ഇയാള് ശ്രമിച്ചു എന്ന് പറയണം, അല്ലാതെ എന്തോന്നാ പൊളുത്തിയത്. നേതാവ് എന്താ പറയാൻ പറഞ്ഞെന്നറിയോ? അവസാനമായിട്ടൊരു ചാൻസ് തരാം. ഈ ഇലക്ഷൻ ജയിച്ചില്ലെങ്കിൽ രാഷ്ട്രീയത്തിന് കൊള്ളില്ല എന്നല്ലേ? ഇല്ല, വരുന്ന ഇലക്ഷന് തനിക്ക് സീറ്റില്ലെന്ന് പറയാൻ പറഞ്ഞു. സീറ്റ് വേണമെങ്കിൽ താൻ വേഗം അയ്യെ തട്ടിക്കളയും. നമ്മുടെ ജനങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അയ്യ മരിച്ചു പോയാൽ 1 ദിവസത്തെ സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ 1 മാസം. 6 മാസം കൊണ്ട് എല്ലാം മറന്ന് അടുത്ത ആൾ വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ അയ്യെ മാടസ്വാമിയും തമ്മിൽ പിരിച്ച് നമ്മുടെ ജാതിക്കാരുടെ വോട്ടെങ്കിലും മേടിക്കാൻ നോക്ക്. രണ്ടിലൊന്നും നടന്നാ ഞങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്ത് തനിക്ക് സീറ്റ് വാങ്ങിത്തരും. രണ്ടും നടന്നില്ലെങ്കിൽ നിങ്ങൾ പാർട്ടി വിട്ടു വെക്കോ, ഞങ്ങൾ വേറെ ആളെ നോക്കിക്കോളാം. രാഷ്ട്രീയത്തിൽ ഇങ്ങനത്തെ കളികളൊക്കെ ഉണ്ടാവൂല്ലേ? അതെ 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 അതെ, പോരട്ടെ. മോനെ, സുഖം തന്നെ അല്ലേ? സുഖമാണ് മുത്തശ്ശി. ആ ചെറുതുരെ, അണ്ണൻ എങ്ങനെ ഇരിക്കുന്നു? സുഖമായിരിക്കുന്ന അമ്മായി. 2002 ആണ്ട് സെപ്റ്റംബർ മാസം 30-ാം തീയതി തിരുനെൽവേലി ജില്ലയിൽ. എന്തിനാ വായിച്ചു കേൾപ്പിക്കുന്നേ? എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞാ ഒപ്പിട്ടേക്കാം. എന്തായാലും കാര്യം അറിയണ്ടേ? ഞാനിതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എല്ലാം നീ അറിഞ്ഞാ മതി. മോളെ, ചെല്ലുതറ വന്നിട്ട് എന്താ ഒരു വാക്ക് പോലും നീ മിണ്ടാത്തെ? എന്താ സുഖാണോ? ചോദിച്ചു വച്ചാ. സാമർത്ഥ്യം കണ്ടില്ലേ? പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ സെൽവി? 108 മാർക്ക് എഴുതി. 108 മാർക്കാ? എന്റെ മോളല്ലേ, ഓരോ ചോദ്യത്തിനും 2 മറുപടി വെച്ച് എഴുതിയിരിക്കും. ബുദ്ധിയുള്ള പെണ്ണ. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം മാമ. നല്ല കഥയായി. മോര് മാത്രം കുടിച്ചിട്ട് ഭക്ഷണം തരാതെ ഞാനിവിടുന്ന് വിട്ടാൽ അണ്ണി എന്ത് വിചാരിക്കും? കാലത്ത് തന്നെ. അതെ അതെ അതെ, കാലത്തുള്ള ടിഫിൻ ഞങ്ങൾ ഇപ്പൊ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. അതൊന്നും എനിക്കറിയണ്ട, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. വാ. അവന് വിശക്കണില്ലാന്ന് പറഞ്ഞില്ലേ? വിട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്ക. വാ മോനെ, വാ. പോ. ഞാൻ തന്നെ വലിയ കഷ്ടത്തില, നിങ്ങൾ അനുഭവിക്കേ. മോനെ, വൈരമോതിരം ഇട്ടിട്ട് ഊണ് കഴിക്കാൻ പാടില്ല. അവിടെ ഊരി വെച്ചോളൂ. അല്ല, മോന്റെ കല്യാണത്തെക്കുറിച്ച് അണ്ണി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്. കുറച്ച് രസം താമായി. ശങ്കരൻകോവിലിൽ ഒരു പെണ്ണുണ്ട്, നല്ല പഠിച്ച പെണ്ണ്. നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്കൊന്ന് പോയി കാണാം. മോനൊന്നും പറഞ്ഞില്ല. എന്താടി? പിടിച്ചില്ല.
എന്ത് പിടിച്ചില്ലെന്ന്? പാത്രം ശരിക്കും പിടിച്ചില്ലെന്നു. ആ എന്താ മോനെ ഒന്നും പറയാതെ കൈ കഴുകിയത്? പേടി എനിക്ക്. വേണ്ട. ഓ ഇന്ന് വയറ് നിറച്ച് ആഹാരം കഴിച്ചു. നന്നായിട്ട് കഴിച്ചോ? 2 മുട്ടയ്ക്ക് 4 മുട്ട, 1 മീനിന് 5 മീൻ. എന്തിനാ തന്നെന്നറിയോ? 2 വഴിപോക്കർക്ക് അന്നദാനം ചെയ്യുന്ന നേർച്ച ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം കാണാനുണ്ട്. എന്ത് കാര്യം? എനിക്ക് ചെല്ലതുരെ കല്യാണം കഴിക്കണം. വായിങ്ങനെ തുറന്നു പിടിക്കാതെ തിന്ന മീൻ പുറത്തേക്ക് ചാടിപ്പോ. ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. മുത്തു ആ? വേഗം വാ. ആ എടോ എന്ത് സിനിമ തിയേറ്ററോ AC എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. AC ഇല്ല ഒന്നുമില്ല. എങ്ങനെ സിനിമ കാണാനാ? ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കാരസിംഗ് എന്നുള്ള എന്റെ പേരടാ, AC എന്നുള്ള എന്റെ അപ്പന്റെ പേരാടാ. എന്നാണ് നിന്റെ അച്ഛന്റെ പേര്? ആറിച്ചാമി. ആർക്ക് എ, ചാമിക്ക് സി. അതാണ് ആറിച്ചാമി. എടുക്കുന്നത് 3 രൂപയുടെ ടിക്കറ്റ്, അതിന് 3 രൂപ കടം. ഇതൊക്കെ AC തന്നോടാ. നമ്മളെ ചതിച്ചണ്ണാ, നമ്മളെ ചതിച്ച്. എന്നടാ പടം കള്ളസീഡിൽ അവര് കണ്ടോണ്ടിരിക്ക. കള്ള സീഡിയോ? നീ ശരിക്കും കണ്ടോടാ? അണ്ണേ സിമ്രാനെ ചക്ര എനിക്ക് ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്ന അണ്ണ. ഡേയ്, കൈ കിട്ടുന്ന കല്ലും മടിയൊക്കെ ആയിട്ട് വേഗം കള്ളച്ചെടിയിട്ട് പടം കാണുന്നു. ഈ വീട് മൊത്തം നശിപ്പിക്കടാ. ഒളിക്കടാ എല്ലാം. എടാ കള്ളച്ചെടിയിട്ട് പടം കണ്ട് എന്നെ നശിപ്പിക്കാൻ നോക്കുന്നു നീ. ഓരോ പ്രാവശ്യം പടം എടുത്ത് റിലീസ് ചെയ്യുന്നത് സാധാരണ കാര്യമല്ലടാ. ഒരമ്മ ഒരു കൊച്ചിനെ പ്രസവിച്ചെടുക്കുന്നതിന്റെ തുല്യമാ. ഓരോ തിയേറ്ററുകാര് പടം ഓടിക്കാൻ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? എടാ അത് മാത്രമോ, കുറച്ച് ദിവസം മുമ്പ് CM എന്ത് ഉത്തരവാണ് ഇറക്കിയത്? കള്ളസീഡിയിൽ പടം കണ്ടാൽ 5 ലക്ഷം രൂപ പിഴ, 2 വർഷം തടവ്. ഉത്തരവിട്ട് നീ കണ്ടില്ലടാ. ഇതെല്ലാം അറിഞ്ഞിട്ടും നീ ഈ വേഷക്കെട്ട് കാണിച്ചു നിന്നെ വെച്ചേക്കരുത്. കള്ള തിരുമാലി. കള്ള സീഡി കണ്ടതിനാണോ അടിച്ചത്? നിനക്ക് മനസ്സിലായില്ലേ? ടിവിയുടെ അരികത്തൊന്ന് നോക്കിക്കേ. എന്തോന്ന് അരികത്ത് നോക്കാൻ? സൺ ടിവിയിൽ പാട്ട് സീൻ കാണിക്കടാ പട്ടി. ആ വാതിൽ നടക്കണം. ഇവനെയൊക്കെ അടിച്ചു ഒതുക്കണം. അയ്യോ അയ്യോ അമ്മേ, അമ്മോ. നന്നായിട്ടുണ്ട് അമ്മോ. ഈ ഡീലിങ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അയ്യോ ആരും കണ്ടില്ലെന്നാ തോന്നുന്നേ.